ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ വരികയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. അസ്സലാമലൈക്കും. നദീറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഒരു റെഡ് റാഡിഷ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് നമ്മൾക്കിത്. ഒരു 3-4 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു അറേഞ്ച് ചെയ്താലും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണത്. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. പല മോഡലിൽ നമുക്കും ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും ഈ റെഡ് റാഡിഷ് കൊണ്ട്. കളർ തന്നെ ഒരു പ്രത്യേക കളറല്ലേ, നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ ഇൻസൈഡ് എന്ന് വെച്ചാൽ വൈറ്റ് കളറും. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ് ഈ ഫ്ലവർ. നമുക്ക് കളർ ചെയ്യാനൊന്നും നിൽക്കണ്ട, നാച്ചുറലായിട്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം നമ്മൾക്ക് ഒരു ഡിസൈൻ ഉണ്ടാക്കാം. ഇതിൻ്റെ നമുക്ക് ഈ സൈഡ് വേണമെങ്കിൽ ഈ സൈഡ് ഉണ്ടാക്കാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം. ഏത് സൈഡിന് ഈസിന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡിസൈൻ ഉണ്ടാക്കാം. ഇത് നൈഫ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, സാധാ നൈഫ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അത് സാധാ നൈഫ് കൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ഈ ലൈനും. അപ്പോൾ നമുക്കൊരു ഡിസൈൻ കിട്ടും. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും. എന്താ, ഇതുപോലെ നേരെ എടുക്കുക, ക്രോസ് ആയിട്ട് എടുത്തതിന് ശേഷം സൈഡ് 2 പ്രാവശ്യം എടുക്കുക. അങ്ങനെ നമ്മൾക്ക് 1 2 3 4 5 6 7 8 ഈ ലൈൻ കിട്ടും. നമ്മൾ ഫ്ലവറല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമ്മൾക്കൊരു പെറ്റൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് ഇതിൻ്റെ ഇൻസൈഡിൽ നിന്ന് കറക്റ്റായിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കുക. അതുപോലെ ഇത് ചുറ്റുന്നും സെയിം തന്നെ ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ഈ സൈഡിൽ ടച്ച് ചെയ്യരുത് ഈ പെറ്റലിൻ്റെ, അപ്പോൾ കട്ടായി പോകുമല്ലോ. സെപ്പറേറ്റ് ആയിട്ട് ഓരോ പെറ്റലും നമ്മൾക്ക് മുറിച്ചെടുക്കാം. സെക്കൻഡ് പെറ്റലായി. മുറിഞ്ഞ് പോകാതെ നോക്കണം. മുറിഞ്ഞ് പോയാൽ പിന്നെ നമുക്കിത് പിന്നെ ഫ്ലവറായിട്ട് നമുക്ക് കിട്ടില്ല. ഒരു പെറ്റൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ലല്ലോ. എന്താ, ഇതുണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിരിക്കും. കാരണം ഇത് നല്ല ഡിസൈനല്ലേ ഇതിന്. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ റെഡ് റാഡിഷ് കൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. വേറെ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ എല്ലാ ഫ്ലവറും ഇതുപോലെ ഉണ്ടാക്കുക. കണ്ടോ,
ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്കിത് ഐസ് വാട്ടറിലിട്ടേക്കാം. ഐസ് വാട്ടറിലിട്ടേക്കുമ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലവറാവും, നല്ലൊരു ഡിസൈനുള്ളൊരു ഫ്ലവറായി കിട്ടും. ഇങ്ങനെ ഫസ്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അതിൻ്റെ സ്ട്രെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലവേഴ്സ് ഇതുപോലെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. സെയിം തന്നെ ഇതുപോലെ എടുത്ത് ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ നമുക്കിതെല്ലാതും ഇതുപോലെ അറേഞ്ച് ചെയ്യാം കേട്ടോ. കണ്ട എങ്ങനെയുണ്ട് ഈ ഫ്ലവറൊക്കെ? എങ്ങനെയുണ്ട്? കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സിന്. കണ്ട, വാ, എന്താ ഭംഗി കാണാൻ. ഇതൊരു ഇത്രയ്ക്കൊന്നും വേണ്ട, ഒരു 3-4 ഫ്ലവേഴ്സ് ഉണ്ടായാൽ മതി. നമ്മൾക്ക് നല്ലൊരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ പെട്ടെന്ന് ചെയ്യാനും പറ്റിയൊരു ഫ്ലവറാണിത്. കാണാനും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇത്. കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ബെൽ പെപ്പർ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സീഡ്സൊക്കെ വീണിട്ട് കണ്ടില്ലേ, ഇതെല്ലാം മുളച്ച്. ഇപ്പോൾ ഞാനിത് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ മുളച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്കിതിനെ വേറെ ചട്ടിയിലോട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം പിന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാം. നമ്മൾക്ക് ആദ്യം തന്നെ ഒരു കുത്തി, അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കുത്തി വയ്ക്കുന്നതാണ് ഞാൻ.